നാശകങ്ങളായ ഈ ഔഷധങ്ങൾ അത്രയും വിടങ്കം മുതലായ മറ്റൗഷധങ്ങളും ഞാനതിൽ കുറച്ചെണ്ണം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അവയെ അതിസൂക്ഷ്മമായി ഉപയോഗിക്കുവാൻ ദ്രവ്യകൽപ്പവിജ്ഞാനം, ഫാർമക്കോളജി, ഫാർമക്കോഗ്നോസി, ഫാർമസി നിങ്ങളുടെ ഭാഷയിൽ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അത് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമാകുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. കാരണം ഔഷധം പ്രയോജനപ്രദമാകുന്നത് സസ്യവും മറ്റും, പ്രത്യേകിച്ച് സസ്യത്തിന്റെ പ്രയോജനമെന്ന് പറയുന്നത് സ്വപ്നത്തിലാണ്, ജാഗ്രതത്തിലല്ല. താത്വർത്ഥ നിർദ്ദേശം പോലും അതാണ്, ഷസ് സ്വപ്നേ എന്നാണ്. സസ്യപരിചായകത്തിൽ അത് വളരെ പ്രധാനമാണ്. ഒരു സസ്യം നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ അത് സൂക്ഷ്മ ശരീരത്തിലാണ് ചെന്ന് പതിക്കുന്നത്, സ്ഥൂല ശരീരത്തിലല്ല. അതുകൊണ്ട് തന്നെ അത് അതിസൂക്ഷ്മമായിരിക്കണം. അങ്ങനെ അതിസൂക്ഷ്മ തലങ്ങളിൽ ഈ ദ്രവ്യം ഉപയോഗിക്കുവാൻ, ദ്രവ്യത്തിന്റെ അന്തശ്ചേതനയെ തൊട്ടുണർത്തി ജഡത്വം കളഞ്ഞ് അതിനെ ബഹിരന്തശ്ചേതനമാക്കി ഉപയോഗിക്കുവാൻ ഒരു നാനോ തലത്തിലേക്കെങ്കിലും പോകേണ്ടി വരും. ഇവിടെയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ചരകന്റെ ശ്ലോകത്തെ അവലംബമാക്കി ഒരു ചെറിയ അന്വേഷണം നടത്തിയത്. ഒരു യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുകയും ഇന്ത്യയിലെ ക്ലാസിക്കൽ ഔഷധങ്ങളിൽ ചിലത് മൊഴിമാറ്റം നടത്തിയും ചിലത് ഡയറക്റ്റായും, ചിലത് പേരൊക്കെ ഞങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ അയച്ചു കൊടുത്തു. അവര് സ്കാനിങ് ചാനലിംഗ് മൈക്രോസ്കോപ്പിൽ, SCM, ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിൽ, AFM ഒക്കെ നോക്കുകയുണ്ടായി. ഭാരതീയർ പൗരാണികമായി ഉണ്ടാക്കിയ ഔഷധങ്ങൾ നാനോ വിദ്യകളെ വെല്ലുന്നുവോ എന്ന്. ദ്രവ്യപരിചയത്തിൽ ഇന്നത്തെ കാലഘട്ടം ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു തലം കടന്ന് അതിസൂക്ഷ്മ കണങ്ങളിലേക്ക്, 1 നാനോമീറ്റർ മുതൽ 100 നാനോമീറ്റർ വരെയുള്ള പദാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നാനോ ടെക്നോളജിയുടെ തലം. 100 നാനോമീറ്ററിന് മുകളിലുള്ളതെല്ലാം മൈക്രോമീറ്റർ ലെവലാണ്. 1 നാനോമീറ്ററിന് താഴെയുള്ളതെല്ലാം ആറ്റമിക് ലെവലാണ്. 1 നാനോമീറ്റർ മുതൽ 100 നാനോമീറ്റർ വരെയുള്ളത് നാനോ സ്കെയിലാണ്. ഇനിയും ഔഷധങ്ങൾ ഇന്ത്യയിൽ വന്നിട്ടില്ല നാനോമീറ്റർ സ്കെയിലിലുള്ളത് എന്നാണ് പൊതുവെ പ്രചരിപ്പിക്കുന്നത്. നാനോമീറ്റർ സ്കെയിലിലൂടെ ഔഷധങ്ങൾ ഉണ്ടാക്കാൻ പല ആശുപത്രികളും ഫോറിൻ കൊളാബറേഷനിൽ ശ്രമിച്ചു വരികയാണ്. അപ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കോട്ടയ്ക്കലുള്ള സാരസ്വതാരിഷ്ടവും ദന്ത്യരിഷ്ടവും നിങ്ങൾ ഉപയോഗിക്കുന്ന ഗുൽഗുലുതിക്തകാരിഷ്ടവും ഗുൽഗുലുതിക്തകം കഷായവും നിങ്ങൾ ഉപയോഗിക്കുന്ന വരണാദി കഷായവുമെല്ലാം അതിൻ്റെ യോഗങ്ങൾ മുഴുവനും ഉണ്ടെങ്കിൽ, പ്രോപ്പറായി ഉണ്ടാക്കിയതാണെങ്കിൽ നാനോ സ്കെയിലിലാണ്. ഇതാണ് വൈദ്യശാസ്ത്രത്തിന്റെ ദ്രവ്യവിജ്ഞാനം. കാലികമാണ്, ഈ കാലഘട്ടത്തിലും യോജിക്കുന്നതാണ്. അതുകൊണ്ട് ഈ കാലത്തും അത് ശരിയാണ്, പണ്ടും ശരിയാണ്, ഇനിയും ശരിയാകും. അതുകൊണ്ട് കാലാതീതമാണ്. ഇത് ആൻഡേഴ്സൺ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ ഈ സാധനങ്ങൾ അയച്ചു കൊടുത്തു. നിങ്ങൾക്കിവിടെ മൈക്രോസ്കോപ്പ് ഉണ്ടാവും, കാരണം ഇതൊരു വലിയ ഗവേഷണ സ്ഥാപനം കൂടിയാണെന്നാണ് എൻ്റെ ധാരണ. ശരിയാണ്. ആ നിലയ്ക്ക് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം. ഞങ്ങൾ പരിശോധിച്ച റിപ്പോർട്ടുകൾ നിങ്ങളെ കാണിക്കാം. ഞങ്ങളുടെ അറിവിൽ ഇന്ത്യ പ്രാചീന രീതിയിൽ ആയുർവേദത്തെ കൊണ്ടുപോകാൻ തയ്യാറാവുകയും അതിൻ്റെ നാനോ തലം ലോകത്തിന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുവെങ്കിൽ ലോകം മുഴുവൻ ഇന്ത്യയുടെ ഒരു മാർക്കറ്റായി മാറുകയും ഒരു നിമിഷാർദ്ധം കൊണ്ട് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ
ഇത് വേണ്ട എന്ന് വെച്ച് പോയവർ തിരിച്ചിത് പഠിക്കാൻ തന്നെ രംഗത്ത് വരികയും 15 ദിവസം കൊണ്ട് ഇത് പഠിച്ചെടുക്കുകയും ചെയ്യുമെന്നാണ് എൻ്റെ ധാരണ. ഇന്ന് നിങ്ങൾ പഠിക്കാത്തത് ഇതിൽ നിങ്ങൾക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. ഇത് പറയാൻ കാരണം, നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു 20,000 രൂപ മാസം ശമ്പളം കിട്ടുമെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷ് ഫോണിലൂടെ നിങ്ങളുടെ കമ്പ്യൂട്ടർ വെച്ചിട്ട് നിങ്ങളിലേക്ക് കേൾക്കുന്ന ശബ്ദത്തിലൂടെ കേൾക്കുന്ന മാത്രയിൽ ട്രാൻസ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ട്രാൻസ്ക്രിപ്ഷന് പണിക്ക് പോകും. ശരിയല്ല, ശരിയല്ല. നിങ്ങളുടെ ജനിതകത്തിലില്ലാത്ത, നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ടില്ലാത്ത, നിങ്ങളുടെ അമ്മ കേട്ടിട്ടില്ലാത്ത, നിങ്ങളുടെ നാട്ടുകാർക്ക് സുപരിചിതമല്ലാത്ത അമേരിക്കയിലെ ഇംഗ്ലീഷ് ക്ഷണനേരം കൊണ്ട് കേൾക്കുകയും അതേ നേരത്ത് ട്രാൻസ്ക്രൈബ് ചെയ്ത് എഴുതിക്കൊടുക്കുകയും എഴുതിക്കൊടുക്കുന്ന വാക്കുകളുടെ എണ്ണത്തിനനുസരിച്ച് ഒരു മാസം 20,000 രൂപയെങ്കിലും ശമ്പളം പറ്റുകയും ചെയ്യുവാൻ ഇവിടുത്തെ ചെറുപ്പത്തിന് കഴിയുന്നുവെങ്കിൽ നൂറ്റാണ്ടുകളായി നിങ്ങളുടെ പിതൃ പാരമ്പര്യത്തിന്റെ ജനിതകത്തിൽ കിടന്ന സജീവമായ ഒരു ഭാഷ നിങ്ങളൊന്ന് വായിച്ചാൽ മനസ്സിലാകാത്തത് കാശ് കിട്ടുകയില്ലാത്തത് കൊണ്ട് മാത്രമാണ്. ശരിയല്ല, ശരിയല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഇംഗ്ലീഷിൽ എഴുതിയാൽ മതിയോ, ഇത് മലയാളത്തിൽ എഴുതിയാൽ മതിയോ, ഈ പണിയൊന്ന് നിർത്തി കിട്ടിയാൽ മതിയോ, ഇപ്പൊ എല്ലാ ഭാഷയിലും പരീക്ഷ എഴുതാമെന്ന് തോന്നുന്നു. ശരിയല്ല. എന്റെ തോന്നൽ ഇങ്ങനെയാണ്. അതുകൊണ്ട് ദ്രവ്യം അതിന്റെ സൂക്ഷ്മതലത്തിൽ കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ക്വാണ്ടത്തിനും അപ്പുറം. ശങ്കരൻ പറയുന്നുമുണ്ട്, വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം നിജാന്തർഗതം. അതിന്റെ അളവും പറയുന്നുണ്ട്. വർണർ ഹൈസൻബർഗിന് കടന്നുപോകാൻ പറ്റാത്തൊരു മേഖലയിൽ അതിന്റെ അളവും പറയുന്നുണ്ട്. ഇതിന്റെ വലിപ്പം എത്രയാണെന്ന്, എത്രയാണോ നിന്റെ ജ്ഞാനം അത്രയുമാണെന്ന് ഭംഗിയായി പറയുവാൻ കഴിഞ്ഞിട്ടുണ്ട്, ഔപനിഷദികമായി. ആ തലത്തിൽ ദ്രവ്യത്തെ അന്വേഷിക്കുവാൻ ഞങ്ങൾ അയച്ചു കൊടുത്തത് സാരസ്വതാരിഷ്ടം, ദന്ത്യരിഷ്ടം, കോഴി ക്ഷീരബല മാറ്റി പറഞ്ഞ് അയച്ചതാണെന്ന് കൂട്ടിയാൽ മതി തൽക്കാലം. ക്ഷീരബല, ബൃഹത്നാഡീ കഷായം, ഗ്രന്ഥ്യന്തകം കഷായം, ഇങ്ങനെയുള്ളവയെല്ലാം ഞങ്ങൾ അയച്ചു കൊടുക്കുകയും അവയുടെ നാനോ പഠനം വരികയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും വിചിത്രമായത് നാനോ പഠനങ്ങളിൽ നാനോ കാർബൺ ട്യൂബ്സ് ആൻഡ് നാനോ വയേഴ്സ്, ഇവയാണ് പ്രാചീനരുടെ കണ്ടെത്തലിൽ സുപ്രധാനമായിട്ടുള്ളത്. നാനോ എന്താണെന്ന് കേട്ടിട്ടില്ലാത്തവരിടയ്ക്കിരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു തലമുടിയുടെ വലിപ്പം 10⁵5 നാനോമീറ്ററാണ്. 50 × 10⁵5 50 ബില്യൺ നാനോമീറ്ററാണ് ഒരു തലമുടിയുടെ വ്യാസം. അതിലൊരു അംശമാണ് 1 നാനോമീറ്റർ. ഏതാണ്ട് ഊഹിക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പുകക്കുഴലിലൂടെ വരുന്ന പുക നാനോ കാർബൺ ട്യൂബ്സ് ആണ്. ഇത് ഏറ്റവും കൂടുതൽ ഔഷധത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് ആയുർവേദത്തിലാണ്. എഴുതുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഗൃഹധൂമാതി ചൂർണം. ചിലർക്ക് ചിലപ്പോൾ ഗൃഹധൂമാതി എന്ന് പറയുന്നത് ഇതാണെന്നൊക്കെ ഓർമ്മ കാണുള്ളൂ. പഠിച്ച സമയത്ത് പരീക്ഷ എഴുതി ജയിച്ചിട്ട് പിന്നെ ഏതെങ്കിലും കടയിൽ നിന്ന് ഗൃഹധൂമാതി ചൂർണം എഴുതി കൊടുത്ത് വാങ്ങുമ്പോൾ ഗൃഹധൂമം എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ആണെന്നൊക്കെ വിചാരിച്ചു കൂടായില്ല. അതിൽ മേടിച്ചുകൊണ്ട് പോകുന്നവൻ ഏതോ വലിയ സാധനമാണെന്ന് പറഞ്ഞാൽ മേടിച്ചുകൊണ്ട് പോകുന്നത്. ശുദ്ധമായ ഇല്ലനക്കരിയാണ്, ഈ കിരിയാണ്. അത് ഒരു പിടി വാരി ഒരു കരിക്ക് വെട്ടിയിട്ട് അതിനകത്തിട്ട് ഒരു മൺചട്ടിക്കകത്ത് കുറെ മണലിട്ട് അതിൻ്റെ നടുക്ക് വെച്ച് തിളപ്പിച്ച് ബ്രാൻഡി പോലെ ഇരിക്കും. അരിച്ചെടുത്ത് ഒരു ലുക്കീമിയ ഉള്ള കുട്ടിക്ക് കൊടുത്തു നോക്കുക, അപ്ലാസ്റ്റിക് അനീമിയ ഉള്ള ഒരു കുട്ടിക്ക് കൊടുത്തു നോക്കുക, പ്ലേറ്റ്ലെറ്റ് കുറയുന്ന ഒരു കുട്ടിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കുക. വെറും ഇല്ലനക്കരിയും കരിക്കിൻ വെള്ളവും. 10 പൈസയുടെ മരുന്ന് വേറെയില്ല. പഴയ അമ്മമാർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരിത് ആയുർവേദത്തിലൊന്നും പോയി പഠിച്ച് കോളേജ് എഡ്യൂക്കേഷൻ കൊണ്ടൊന്നുമല്ല.
അവരുടെ വീട്ടിലെ പിള്ളേരുടെ കാല് മുറിഞ്ഞാൽ ഈ കരി തേനിച്ചാലിച്ച് പരട്ടിയിട്ടുണ്ട്. കണ്ടിട്ടുണ്ടാവും. ഇത്രയും വയസ്സുണ്ടെന്ന് തോന്നുന്നു. രണ്ടുപേരാണ് ഞാൻ കാണുന്നത്. അവിടെ ഒരാളാണ്, കുറച്ച് പ്രായമുണ്ടെന്ന് തോന്നുന്നു. അത് മുറിവിനെ പരട്ടും. വളരെ എളുപ്പത്തിൽ മാറും. ഈ നാനോ കാർബൺ ട്യൂബ്സ്, നിങ്ങൾ ഗ്രാഫൈറ്റ് കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ വജ്രവും കണ്ടിട്ടുണ്ടാവും, ഡയമണ്ട്സ്. കെമിസ്ട്രി കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, രണ്ടും കാർബൺ കോമ്പൗണ്ടാണ്. ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ്, ഡയമണ്ട് ഹാർഡാണ്. ഗ്രാഫൈറ്റ് ചാലകമാണ്, ഡയമണ്ട് കുചാലകമാണ്. ഇലക്ട്രിസിറ്റിയുടെ ഗുഡ് കണ്ടക്ടറാണ് ഒന്ന് നോൺ കണ്ടക്ടറാണ്. എങ്ങനെയാണ് ഈ വ്യത്യാസം വരുന്നത്? ദ്രവ്യം അതിൻ്റെ സൂക്ഷ്മതലങ്ങളിലെത്തുമ്പോൾ സ്വഭാവം മാറുന്നു. ഇതാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ അടിസ്ഥാനം. സ്ഥൂലമായൊരു പദാർത്ഥത്തിന്റെ സ്വഭാവവും സൂക്ഷ്മമായൊരു വസ്തുവിന്റെ സ്വഭാവവും രണ്ടാണ്. പ്രഭാവം എന്ന് പറയുന്നത് അതാണ്. മുയൽച്ചെവി, തിരുതാളി, കൊടവൻ, മുത്തൾ, മണ്ടൂകവർണി, മുക്കുറ്റി മുതലായ ചെടികളൊക്കെ പ്രഭാവഹേതുക്കളായ ചെടികളാണ്. അവരുടെ പ്രഭാവം അറിഞ്ഞാൽ അതിനും ഔഷധമായി കൊടുക്കാം. സർവിക്കൽ സ്പോണ്ടിലോസിസ് ഒക്കെ വന്നാൽ ഇതിൽ മുയൽച്ചെവി പറിച്ചിട്ട് നെറുകയിൽ ഉറ്റിച്ചാൽ മാത്രം മതി. വേറെ ഒരു ചികിത്സയും വേണ്ടി വരില്ല. ഇതുകൊണ്ട് അത്ഭുതവും കാണിച്ച് നടക്കുന്ന ഒരുപാട് സ്വാമിമാരും അവരൊക്കെ ഉണ്ടാവും. നിങ്ങളും അത് അത്ഭുതമായിട്ട് തന്നെ വിശ്വസിക്കുകയും ചെയ്യും. അത് ചെടിയുടെ പ്രഭാവമാണ്. അപ്പോൾ പ്രഭാവം ഉണരുന്നത് അതിന്റെ സൂക്ഷ്മതയിലാണ്, സ്ഥൂലതയിലല്ല. അപ്പൊ സൂക്ഷ്മമായ ആ പാർട്ടിക്കിൾ കൊളോയിഡൽ പ്രോപ്പർട്ടിയാണോ ഉണർത്തുന്നത്, കാറ്റലിസ്റ്റിക് പ്രോപ്പർട്ടിയാണോ ഉണർത്തുന്നത്? അതെങ്ങനെയാണ് ഓരോ കോശത്തിനുള്ളിലും ഇടിച്ച് കയറുന്നത്? ഇവയാണ് നാനോയില് വൈദ്യശാസ്ത്രത്തിനുള്ള ശ്രദ്ധേയമായ ഭാഗം. അപ്പോൾ വൈദ്യശാസ്ത്രത്തിന് നാനോയിൽ എന്ത് പ്രയോജനമുണ്ടാവും? നാനോ തലത്തിൽ ഔഷധങ്ങൾ കിട്ടിയാൽ ദേഹത്ത് തേച്ചാൽ മതി, നെറുകയിൽ ഉറ്റിച്ചാൽ മതി. ഇത് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരു നസ്യം ചെയ്താൽ മതി. നിങ്ങൾക്കറിയാം, ഓടിപ്പോയിട്ടുള്ളവർക്ക്, ആർദ്ദിതം വന്നവർക്ക് നല്ല ക്ഷീരബല നസ്യം ചെയ്യാറേ ഉള്ളൂ, മതിയാവും. നല്ല ആസ്ട്രോസൈറ്റോമയോ ഗ്ലയോമയോ വന്ന ഒരാളിന് ഒരാടിന്റെ തല സൂപ്പ് കൊടുത്താൽ മതിയാവും. അതെങ്ങനെയാണ് ആ തലത്തിൽ പ്രയോജനപ്രദമാവുക? ദ്രവ്യം അത്രയും സൂക്ഷ്മമായതുകൊണ്ട്. അപ്പൊ സൂക്ഷ്മതലത്തിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നു എന്നുള്ളത് അറിയുന്നതിന് ഞങ്ങൾ ആൻഡേഴ്സൺ യൂണിവേഴ്സിറ്റിയിലേക്ക് പദാർത്ഥങ്ങളൊന്ന് അയച്ചു നോക്കി. റിപ്പോർട്ട് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ സ്ക്രീനിൽ കാണിക്കാം. ഇത് കണ്ടു കഴിഞ്ഞിട്ട് പോയി വെറുതെ ഇരിക്കരുത്. ഞങ്ങൾ കാണിച്ചത് ഒരു ചപ്പടി വിദ്യയാണോ എന്നറിയാൻ നിങ്ങൾ തന്നെ നിങ്ങളുടെ സാധനങ്ങൾ അയച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കിവിടെ ആ മൈക്രോസ്കോപ്പുകൾ ഉണ്ടെങ്കിൽ അതിലൂടെ നോക്കുക. അപ്പോൾ മനസ്സിലാകും ആയുർവേദം പഴയതാണ്, പുതിയതിനേക്കാൾ ശ്രദ്ധേയമായത്. ഗവേഷണം അത് നിലനിർത്താനാണ് വേണ്ടത്. അത് പ്രചരിപ്പിക്കുവാനാണ് വൈദ്യവിദ്യാർത്ഥികളും അധ്യാപകരും ശ്രമിക്കേണ്ടത്. അത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു ലോകത്തിന് മാർക്കറ്റ് വിപുലമായിരിക്കും. നിങ്ങൾക്ക് കാണാം. കാണുമ്പോൾ കാണുന്നതിൽ നിന്ന് സംശയം വല്ലതും ഉണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കാണുന്ന സാരസ്വതാരിഷ്ടവും മറ്റും നാനോ കാർബൺ ട്യൂബ്സ് അല്ല, നാനോ കാർബൺ വയേഴ്സുമല്ല. ഇത് ആറ്റമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ് സ്റ്റഡിയിൽ നിങ്ങൾ പ്രത്യേകം നോക്കേണ്ടത്, AFM പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കാണുന്ന സാരസ്വതാരിഷ്ടം ഇവിടെയുണ്ട്, അതിലും ഇത് തന്നെ കിട്ടും, ശങ്കയൊന്നും വേണ്ട.
കാരണം ക്ലാസിക്കൽ റെമഡി എവിടെ ഉണ്ടാക്കിയാലും ഒരുപോലെ ഇരിക്കും. ആ സാരസ്വതാരിഷ്ടത്തിൽ വിദേശിയായ ഒരു ഗവേഷണ വിദ്യാർത്ഥി കണ്ടത് കാർബൺ ട്യൂബ്സ് അല്ല, കാർബൺ വയറല്ല, സോലുബിൾ ഡിസ്കോയിഡബിൾ നാനോ ഡിസ്കുകളാണ്. മെറ്റൽ ആ പരുവത്തില് ഇന്നുവരെ ഒരു ശാസ്ത്രവും കണ്ടിട്ടില്ല എന്നാണ് ആ വിദ്യാർത്ഥി ഞങ്ങൾക്ക് അയച്ച റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞത്. ഇവിടെ ഒരു ചുമന്ന വര കൊടുത്തിട്ടുണ്ടാവും, ആ ഡിസ്കുകൾ കാണിച്ചിട്ടുണ്ടാവും, അതിൽ അളവും എഴുതിയിട്ടുണ്ടാവും. അതിലേറ്റവും കുറഞ്ഞ ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ സ്വർണം ബ്ലാക്കായും ബ്ലാക്ക് റെഡായും മാറും. അതാണ് അടിയിൽ നിങ്ങൾ കാണുന്നത്. ഗ്രാഫിൽ അതിന്റെ ഡിസ്കിന്റെ ഡയമീറ്റർ വർദ്ധിക്കുമ്പോൾ ബ്ലാക്കിൽ നിന്ന് ഡാർക്ക് റെഡിലേക്കും ബ്ലാക്ക് റെഡിൽ നിന്ന് പിന്നീട് റെഡിലേക്കും പിന്നീട് വൈറ്റിലേക്കും ഒക്കെ എങ്ങനെ മാറുന്നു അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഗ്രാഫെല്ലാം കൃത്യമായുണ്ട്. 3 നാനോമീറ്റർ ഹൈറ്റ് ഉള്ളതും 80 നാനോമീറ്റർ ഡയമീറ്റർ ഉള്ളതുമായ ഡിസ്കുകൾ, അതുപോലെ തന്നെ 15 നാനോമീറ്റർ ഹൈറ്റ് ഉള്ളതും 240 നാനോമീറ്റർ ഡയമീറ്റർ ഉള്ളതുമായ ഡിസ്കുകൾ ഒക്കെ നിങ്ങൾക്ക് കാണാം. 7.39 നാനോമീറ്റർ, 60 നാനോമീറ്റർ, അതിലെ ഹൈറ്റ് 2 നാനോമീറ്റർ ഉള്ള ആ തലത്തിലൊക്കെ എത്തുക എന്ന് പറയുന്നത് 50 നാനോമീറ്ററിൽ താഴെ സ്വർണം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതിന്റെ വോൾട്ടേജ് ഒക്കെ നമ്മൾ സങ്കല്പിക്കുന്നതിൽ നിന്നൊക്കെ അതീതമാണ്. ബൾക്ക് ഗോൾഡിൻ്റെത് 20 to 23 ആണെങ്കിൽ ഇത് 40-45 വരെയൊക്കെ വോൾട്ടേജ് ഉണ്ടാക്കുന്ന തരത്തിൽ അതിന്റെ ജഡത്വം ഇനർഷ്യ മാറുകയും ഇനർട്ടായി കിടന്ന ഔഷധം ആക്റ്റീവ് ആവുകയും അത് ആക്ടിവേറ്റ് ചെയ്ത് ചെല്ലുകയും ചെയ്യും. അതുകൊണ്ടാണിത് ഒരു 2 തുള്ളിയോ 3 തുള്ളിയോ പാലിൽ കൊടുത്തു കഴിയുമ്പോൾ ഉന്മാദം കുറയുന്നതോ, അതുപോലെ തന്നെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടന്നു പോവുകയാൽ ബോധതന്ത്രികളെ ഉണർത്തുകയും അതുപോലെ തന്നെ അത് ഊർധ്വജത്രുഗതങ്ങളായിരിക്കുന്നതായ നാഡികളെ മുഴുവൻ കടന്നു പോകുന്നതും ഒക്കെ അതുകൊണ്ടാണ്. പല വ്യൂ ആണ്. ഇതെല്ലാം സാരസ്വാരിഷ്ടം മാത്രമാണ്. ഇത് മൈക്കയുടെ മേലൊഴിച്ചിട്ടുള്ള എന്നിട്ട് നടത്തിയ ടെസ്റ്റിന്റെയാണ്. ഗ്ലാസിന്റെ മുകളിൽ മൈക്കയുടെ മുകളിൽ അതിന്റെ സോലിബിലിറ്റി മുഴുവൻ കിട്ടുന്നതിന് വേണ്ടി ഉള്ള വ്യത്യസ്തങ്ങളായ പഠനങ്ങളാണ്. അതിന്റെ മുകളിലുണ്ടാവും സാരസ്വതാരിഷ്ടം ഗ്ലാസ്സിൽ മൈക്കയിൽ ഒക്കെ എങ്ങനെ അത് വ്യാപിച്ചിരിക്കുന്നു. അതിന്റെ ഓരോ കാരണം സോലുബിൾ ഡിസ്കോയിഡബിൾ നാനോ ഡിസ്കുകളായതുകൊണ്ട് ആ സോലുബിലിറ്റി പോലും നമുക്കതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ബൃഹത് നാഡി ഇത് നാഡീകഷായത്തിന്റെയാണ്, ബൃഹത് നാഡീകഷായത്തിന്റെയാണ്. അത് ധാന്യകാദി കഷായത്തിന്റെയാണ്. ധാന്യകാദി കഷായവും മറ്റും നിങ്ങൾ സാധാരണ ഈ വാദത്തിൽ വളരെ വൈകല്യത്തിലെത്തി കഴിയുമ്പോൾ പാർശ്വ
വധം, പക്ഷവധം മുതലായവയൊക്കെ വന്നു കഴിയുമ്പോഴും ഒക്കെ കൊടുക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് ധാന്യഖാദിയിൽ 1 ഗ്രാം ഗോക്ഷുര ചൂർണവും യവക്ഷാരവും ശൈഗ്രവ ലവണവും ചേർത്ത് കൊടുത്താൽ എങ്ങനെ അത് ബ്രെയിനിലേക്ക് കടന്നുപോകും, ആ ചേർച്ചയൊക്കെ പഠിച്ചു കഴിഞ്ഞ് പിന്നീട് പ്രയോഗം കൊണ്ട് ചിലപ്പോൾ മനസ്സിലായേക്കും. അപ്പൊ ശൈഗ്രവ ലവണത്തിന്റെയും ഗോക്ഷുര ചൂർണത്തിന്റെയും യവക്ഷാരത്തിന്റെയും ചേർച്ചയിൽ എങ്ങനെയാണ് ധാന്യഖാദിയും മറ്റും പ്രവർത്തന നിരതമാകുന്നത്, അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിറങ്ങി എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാകുന്നതാണ്. അപ്പോൾ ആ പ്രവർത്തനങ്ങളെ ആധുനിക തലത്തിൽ ഏത് ആധുനിക ഉപകരണം നാളെ കൊണ്ടുവന്നാലും നിങ്ങൾ പഠിക്കുന്ന ഈ വിദ്യ ഏത് ആധുനിക പഠനത്തിനും അപ്പുറം നിൽക്കുമെന്ന അഭിമാനത്തോടുകൂടി നിങ്ങൾക്ക് പറയാവുന്നതും അഭിമാനപൂർവം പഠിക്കാവുന്നതുമാണ്. അത് ഹൃദ്രോഗാന്തക കഷായമാണ്. പേരൊക്കെ ഞങ്ങൾ ചില്ലറ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ ഇതിന്റെ യോഗം നിങ്ങളിത് കണ്ടിട്ട് പോയിട്ട് കാരണം എന്താ വെച്ചാൽ ഏത് യോഗമാണെന്ന് നിങ്ങൾ അറിയരുത് എന്നുള്ളതിന്റെ പേരിൽ ചില്ലറ മാറ്റം ഞങ്ങൾ പേരിൽ ചിലതൊഴിച്ച് ബാക്കിയുള്ളവയ്ക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാം ക്ലാസിക്കൽ റെമഡിയാണ്, നിങ്ങൾക്ക് ഉറപ്പായി വിശ്വസിക്കാം. ഭദ്രാധാർവാദിയും ഭദ്രാവേരാദിയും ഒക്കെ ഹൃദ്രോഗത്തിന് ഉപയോഗിക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ വരുന്ന ചില കഷായങ്ങളെയൊക്കെ ഞങ്ങൾ ശ്രദ്ധാപൂർവം ഇതുപോലുള്ള പല സ്ഥലങ്ങളിലും കൊണ്ട് കാണിക്കുമ്പോൾ എടുത്ത് നാട്ടുംപുറത്തുകാരെല്ലാം എടുത്ത് പ്രയോഗിക്കേണ്ട, നാളെ നിങ്ങൾക്കൊരു തലവേദന ഉണ്ടാവേണ്ട എന്ന് വിചാരിച്ച് മാത്രമാണ് പേരങ്ങനെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് തലവേദന എന്ന് പറയുന്നത് ആയുർവേദം ഇന്ന് വിപുലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാട്ടുകാരൊക്കെ ചികിത്സ തുടങ്ങിയാൽ പിന്നെ അവരെയൊക്കെ വേട്ടയാടാൻ നിങ്ങളും ഇറങ്ങി നടക്കേണ്ടി വരുമല്ലോ എന്നുള്ളത് കൊണ്ട് പേരുകൾ ഞങ്ങൾ വളരെ തന്ത്രപൂർവ്വം മാറ്റിയിട്ടുള്ളതാണ്. അവയൊക്കെ ക്ലാസിക്കൽ റെമഡികളാണ്. ക്ലാസിക്കൽ റെമഡികളെ നമുക്ക് വേണ്ടൂ. സത്യത്തിൽ അവയിലുള്ള വിശ്വാസമാണ് നമുക്കിന്ന് കുറഞ്ഞു വരുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ കേൾക്കുന്നവരിൽ ഭിഷഗ്വരന്മാരുണ്ടെങ്കിൽ അവരെല്ലാം എന്നോട് പൊറുക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം ആയുർവേദം വികസിച്ചില്ല, ഗവേഷണം പോരാതെ വന്നു. അലോപ്പതിയിൽ ഉണ്ടായ പോലെ മരുന്നുണ്ടായില്ല. അലോപ്പതിയിൽ ഒരു മരുന്നുണ്ടായാൽ 10 കൊല്ലത്തിൽ കൂടുതൽ നിൽക്കുന്നില്ല എന്ന് മാർട്ടിൻഡെയിൽ എക്സ്ട്രാ ഫാർമക്കോപ്പിയ 31st എഡിഷൻ എടുത്ത് നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും. ഒരു മരുന്ന് 10 കൊല്ലത്തിൽ കൂടുതൽ മാർക്കറ്റിൽ ഉണ്ടാവില്ല. കാരണം 10 കൊല്ലം കൊണ്ട് ഒരുപാട് പേരെ രോഗിയാക്കിയിട്ടാണ് പോവുക. കഴിഞ്ഞ വർഷമാണ് പ്രസിദ്ധയായ ഒരു ഗൈനക്കോളജിസ്റ്റിനെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടത്. അവർ പറഞ്ഞൊരു വാചകമുണ്ട്, 50 കൊല്ലം ഞാൻ പലതായി എഴുതി കൊടുത്ത മരുന്ന് അതിന്റെ കണ്ടന്റ് അടുത്ത ഇടയിലാണ് അമേരിക്കയിൽ നിന്നൊരു റിസർച്ചിന്റെ ഭാഗമായി കുട്ടികളിൽ ജനിതക വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കണ്ടുപിടിച്ചുവെന്ന് മാർട്ടിൻഡെയിൽ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന പുസ്തകമാണ് മാർട്ടിൻഡെയിൽ എക്സ്ട്രാ ഫാർമക്കോപ്പിയ. നിങ്ങൾ ഇന്ന് ഇഞ്ചക്ഷന് പോയി വിധേയരാകുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഇഞ്ചക്ഷൻ ബ്രെയിനെ എങ്ങനെ ബാധിക്കുന്നു എക്സ്ട്രാ ഫാർമക്കോപ്പിയ എടുത്ത് പഠിച്ചാൽ മനസ്സിലാവും. പോളിയോ എടുക്കുമ്പോൾ എങ്ങനെയാണത് ഗല്യൻ ബാരി സിൻഡ്രോമായി മാറുന്നത്, വാക്സിൻ എങ്ങനെ GB സിൻഡ്രോമായി പരിണമിക്കുന്നു. നിങ്ങളുടെ ലൈബ്രറിയിൽ കാണും മാർട്ടിൻഡെയിൽ. ചെറിയ അക്ഷരമായതുകൊണ്ട് വായിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉള്ളവനെ വായിച്ച് നോക്കാൻ പോലും തോന്നുള്ളൂ. കാരണം അത്രയേറെ പേജുകൾ, അത്രയേറെ ചെറിയ അക്ഷരം. അതുകൊണ്ട് ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ പോലും വായിക്കാറുണ്ടോ എന്നറിയില്ല. അപ്പോൾ ആ പുസ്തകം എടുത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. 15 കൊല്ലത്തിൽ കൂടുതൽ ഒരു മരുന്ന് ജനജീവിതത്തിന് ഉപയോഗപ്രദമായി നിൽക്കുന്നുവോ, ഉപയോഗപ്രദമാകുന്നെങ്കിൽ അത് താൽക്കാലികമോ, താൽക്കാലികമായതുകൊണ്ട് അടുത്തത് കണ്ടുപിടിക്കേണ്ടി വരുന്നുവോ, മറിച്ച് നിങ്ങൾ ഇറക്കുന്ന ക്ലാസിക്കൽ റെമഡികളെ വിട്ടിട്ട് ഇതുപോലെ റെപ്രസെന്റേറ്റീവ് ഒന്ന് മരുന്ന് കുറിക്കാനിടയായാൽ 5 കൊല്ലം നിങ്ങൾ കൊടുക്കുന്ന ഒരു മരുന്ന് 5 കൊല്ലം കഴിയുമ്പോൾ അന്യർക്ക് ഉപദ്രവകരമായി തീർന്നുവെന്ന് മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചാൽ വീണ്ടും പുതിയ മരുന്നിനെ നിങ്ങൾ ആശ്രയിക്കണം. ഇത് വികാസമല്ല, ഇത് പരാജയമാണ്. മറിച്ച് ആയുർവേദത്തിന് പറയാം, അന്ന് കണ്ടെത്തിയ ഒരു സസ്യം, അന്ന് കണ്ടുപിടിച്ച ഏകൌഷധം, അന്ന് കണ്ടുപിടിച്ച യോഗ ഔഷധം രണ്ടുമാവട്ടെ, അന്ന് കൊടുത്ത അതേ രോഗത്തിന് ഇന്നും കൊടുക്കാം. ഭാവ സ്വഭാവ നിത്യത്വാത് സ്വഭാവ സംസിദ്ധ ലക്ഷണത്വാത്.
അതാ ദ്രവ്യത്തിൽ അടിസ്ഥാനമായി ഉൾക്കൊള്ളേണ്ടത്. അത് ഗദ്യരിഷ്ടമാണ്. അതൊക്കെ എത്ര നാനോയാണെന്ന് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. സംശയം തോന്നുന്നവർക്ക് വന്നാൽ കോപ്പി തരാം, ബുദ്ധിമുട്ടില്ല. ഇതിനേക്കാളൊക്കെ പ്രധാനം നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ ഉള്ളത് എടുത്താൽ ഈ റിസൾട്ടൊക്കെ തന്നെ കിട്ടും. കാരണം സാമാന്യം ഭേദപ്പെട്ടതും കേരളത്തിലെ ആദ്യത്തേതുമായൊരു സ്ഥാപനത്തിലിരുന്നു കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. വൈദ്യശാസ്ത്ര രംഗത്തെ ഈ രീതിയിലുള്ള ഒരു വളർച്ചയുടെ രംഗത്ത് ആദ്യത്തെ സ്ഥാപനമാണെന്നാണ് എൻ്റെ ഓർമ്മ. മഹാനായ PS വാര്യരുടെ നിരന്തരമായ പരിശ്രമവും നിതാന്തമായ ബുദ്ധിയും അക്ഷീണമായ അന്വേഷണവും ഒരുമിച്ച് ചേർന്ന ഒരു സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ നാളെ ഇവിടുന്ന് ഇറങ്ങുന്നത് പദാർത്ഥ വിജ്ഞാനത്തിൻ്റെയും ദ്രവ്യവിജ്ഞാനത്തിൻ്റെയും സമുചിതങ്ങളായ അംശങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് സമഗ്രമാം വിധം അവയെ സംയോജിപ്പിക്കുവാനും അതിനെ ഉൾക്കൊള്ളുവാനും അതുപയോഗിച്ച് നാളെ ലോകത്തിന് പ്രയോജനപ്രദമാകുമാറ് ചികിത്സിക്കുവാനും പറ്റുന്നവരായിരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ കോളേജിലെ വിദ്യാർത്ഥികൾ ഒന്ന് വിളിച്ചപ്പോൾ വരാമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടാവും. നിങ്ങൾ പഠിച്ചു വരുമ്പോൾ അവ എൻ്റേതാണ്. ഫൽസനങ്ങൾ എന്നിൽ ഒതുക്കണം. ഞാൻ പറഞ്ഞതിൽ നല്ലത് പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവ എൻ്റെതല്ല, പൂർവാചാര്യന്മാരുടേതാണ്. നിങ്ങളുടെ നമസ്കാരങ്ങൾ അവർക്കായിരിക്കണം. സ്വാമിയുടെ അവതരിപ്പിച്ച ആശയം നമുക്കറിയാം. നമ്മുടെയൊക്കെ നിലവിലുണ്ടായിരുന്ന വിശ്വാസ പ്രമാണങ്ങളെ കുറച്ചൊക്കെ മാറ്റിമറിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ചിന്തകൾക്ക് തീ കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു വാക്കുകളാണ് നാം ശ്രമിച്ചത്. എനിക്ക് പ്രധാനമായിട്ടും ചർച്ചയുടെ തുടക്കം എന്നുള്ളതിൽ ഉന്നയിക്കാനുള്ളത് ഇതുവരെയുള്ള നമ്മുടെ അറിവിൽ നമ്മുടെ പരമ്പരാഗതമായ വൈദ്യശാസ്ത്രത്തിൻ്റെ പരമ്പരാഗതമായ ഒരു ഫാർമക്കോളജി പിന്തുടർന്നു വരുന്ന ഉൽപ്പന്നങ്ങൾ നാനോ പാർട്ടിക്കിൾസിന്റെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ നാനോ പാർട്ടിക്കിൾസ് നമ്മുടെ രോഗചികിത്സയിൽ എത്രത്തോളം ബാരിയർ കടന്നു പോകുന്ന ഒരു ഗുണം ഓരോ ഔഷധങ്ങളും ഇപ്പോൾ അരിഷ്ടത്തിലും അതുപോലെ തന്നെ ക്ഷീരബല പോലുള്ള ആവർത്തനങ്ങളുമാണ് നമുക്ക് കണ്ടത്. മറ്റ് അതേപോലെ തന്നെ ലേപനങ്ങളായിട്ട് ഉപയോഗിക്കുന്ന മൃഗധൂമാതി ചൂർണ്ണം പോലുള്ള കാര്യങ്ങൾ ഏത് തരത്തിലും ഇത് ഉപയോഗിക്കാമെന്നൊരു സന്ദേശമാണ് സമീപുന്നത്. അക്കാര്യത്തിൽ അത്രത്തോളം ഇത് സിഗ്നിഫിക്കന്റ് ആണോ എന്ന് വിശദീകരിച്ചപ്പോൾ ഇന്ന് മോഡേൺ മെഡിസിനിൽ പുതിയ അന്വേഷണം നടക്കുന്നത് തന്നെ ഓയിൻമെന്റുകളെ ബേസ് ചെയ്താണ്. അകത്ത് കഴിച്ചിരുന്ന പല ഗുളികകളും ഗ്യാസ് ഉണ്ടാക്കുകയും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും സങ്കീർണമാവുകയും ചെയ്തതുകൊണ്ട് അവർ ഈ ഔഷധങ്ങളെ ത്വക്കിൽ കൊടുത്ത് ഫലപ്രദമാക്കുന്നതിനെ പറ്റിയുള്ള ഗവേഷണമാണ് ഇപ്പം നടക്കുന്നത്. നിലവിൽ ഇന്ന് നടക്കുന്നതാണ്. കണ്ണുകളെ സംബന്ധിച്ചുള്ള ചികിത്സയിലും മറ്റും ഇതിൻ്റെ അന്വേഷണം വളരെ വിപുലമായി നടക്കുകയാണ്. കണ്ണിൽ ഒഴിച്ചാൽ മാറാവുന്നത്. അവിടെ ഇത് ത്വക്കിൽ, നസ്യത്തിൽ, കണ്ണിൽ നമ്മൾ ഉപയോഗിച്ച് നൂറ്റാണ്ടുകളുടെ അനുഭവമുള്ളതാണ്. നമ്മുടെ ജനിതകങ്ങൾക്ക് വരെ ആ അനുഭവങ്ങളുടെ ഓർമ്മയുള്ളതാണ്. നിങ്ങളിൽ ആരെങ്കിലും തയ്യാറെടുക്കുമെങ്കിൽ നിങ്ങൾക്ക് പോയി പുതുവൈപ്പിൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 90 വയസ്സ് പ്രായം വരുന്ന സ്ത്രീകളെ കാണാം. ഞാൻ പർട്ടിക്കുലറായി പറയുന്ന 3 പേരുടെ കാര്യമാണ്. ഒരു സൂചിയും നൂലും കൊടുത്താൽ അവർ കൃത്യമായി നൂല് കോർക്കും. കണ്ണുകൊണ്ട് നല്ലപോലെ നോക്കിക്കണ്ടിട്ടാണ് കോർക്കുന്നത്. ഇന്ന് കൊച്ചുകുട്ടികളിൽ വരെ തിമിരവും മറ്റു രോഗങ്ങളും ബാധിച്ചു വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് പറയേണ്ടതായിരുന്നു, വാർദ്ധക്യം വളരെ നേരത്തെ വരുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണം 40 വയസ്സിൽ പാർക്കിൻസോണിസം ഇന്ത്യയിൽ ഇന്ന് കാണുന്നു. 5ഉം 6ഉം വയസ്സിൽ തിമിരം കാണുന്നു. വാർദ്ധക്യത്തിൽ മാത്രം വരുന്ന തിമിരം കൊച്ചുകുട്ടികളിൽ കാണുമ്പോൾ അതൊരു പ്രത്യേകതരം രോഗമാണ് എന്ന് പറയുന്നതിന് പകരം
ഈ കുട്ടികളുടെ കണ്ണുകൾക്ക് വാർദ്ധക്യം വരുത്തിയത് ഗർഭസ്ഥാവസ്ഥയിൽ കഴിച്ച ഔഷധങ്ങളോ ഗർഭസ്ഥാവസ്ഥയിലെ ആഹാര രീതികളോ മറ്റു വല്ലതുമാണോ? ആണെങ്കിൽ ഇതുപോലുള്ളവ കണ്ണ് എഴുതിയാൽ അല്ലെങ്കിൽ കണ്ണിലൊരു മരുന്നുറ്റിച്ചാൽ മാറുമെന്ന് വന്നാൽ അത് പ്രാചീനർ കണ്ടെത്തിയത് ഉണ്ടെങ്കിൽ അത് ആ തലത്തിൽ സൂക്ഷ്മകണങ്ങളോടുകൂടിയതാണെങ്കിൽ സൂക്ഷ്മകണങ്ങളോടുകൂടിയത് അങ്ങനെ കടത്താവുന്നതാണ് എന്ന് ഇന്ന് അവർ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മുൻകൂട്ടി അത് അവരെ കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് ഇനിയൊരു ഗവേഷണത്തിന് പണം ചെലവാക്കാതെ ഇതുപോലുള്ള ആയുർവേദ സ്ഥാപനങ്ങൾ തന്നെ മുൻകൈയെടുത്ത് ഇന്ത്യ പോലുള്ള രാജ്യം ഇത്രയും കാലം നടത്തിയ പഠനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും സദ്ഫലം നമ്മൾ നടത്തിയതല്ല, ചരകനും സുശ്രുതനുമൊക്കെ ലോകത്തിന് ഉപയുക്തമാകുമാറ് കൊടുക്കാവുന്നതാണ്. ആ നിലയിൽ ഓയിൻമെന്റുകളും മറ്റുള്ളത്, നമ്മൾ ഓയിൻമെന്റുകളിൽ ഉപയോഗിക്കുന്ന ഒന്ന് തേനാണ്. തേൻ നിങ്ങൾക്കറിയാം. ഛാന്തോക്യ ഉപനിഷത്ത് എടുത്താൽ പോലും തേൻ എങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നത്, എങ്ങനെയാണ് അതിലെ ജലാംശം തേനീച്ച വറ്റിച്ചു കളയുന്നത്, എങ്ങനെയാണ് തേനീച്ചയുടെ ഉമിനീർ തേനിലൊരു ഘടകമായി വരുന്നത്, എങ്ങനെയാണ് തേൻ അതിസൂക്ഷ്മമാകുന്നത്, എന്തുകൊണ്ടാണ് തേൻ ചൂടാക്കിയാൽ അത് വിഷമയമായി തീരുന്നത്. വമനത്തിന് നമ്മൾ തേൻ ചൂടാക്കിയാണ് ഉപയോഗിക്കുന്നത്. വമനക്രിയയ്ക്ക് നിങ്ങൾക്കറിയാം, തിപ്പലി തേനിന്റെ കൂടെ ചേർത്താൽ ആ തിപ്പലിയുടെ ഉഷ്ണഗുണം കൂടി തേനിന് വന്ന് അത് വമനകാരിയായി തീരുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തേൻ ഉപയോഗിക്കുമ്പോൾ, തേൻ മെഴുക് ഉപയോഗിക്കുമ്പോൾ, ഞാൻ തേൻ മെഴുകെന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള മെഴുകെല്ലാം തേൻ മെഴുകല്ല. തേനീച്ചയുടെ മെഴുകു ഇപ്പോൾ ഉള്ളത് തേൻ മെഴുകല്ല. തേനീച്ചയുടെ റാഗല് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അത് ഉരുക്കിയാൽ സാധാരണ മെഴുകാണ്. തേനീച്ച തന്നെ എടുത്തുണ്ടാക്കുന്ന മെഴുകുണ്ട്. ആ മെഴുകാണ് നമ്മൾ ഓയിൻമെന്റുകളിൽ ഉപയോഗിക്കുന്നത്. അത്തരം ഓയിൻമെന്റുകളെ നമ്മൾ ഈ പഠനത്തിന് വിധേയമാക്കിയാൽ, അത് ഞങ്ങൾ വിധേയമാക്കിയിട്ടില്ല, പക്ഷെ ഒരെണ്ണം ഞങ്ങൾ വിധേയമാക്കാൻ അയച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ പ്രാഥമിക റിപ്പോർട്ട് ഫലപ്രദമാണ് എന്ന് പറയാം. ഇനിയും നിങ്ങളത് ചെയ്യാൻ തയ്യാറാകുന്നുവെങ്കിൽ മിക്കവാറും എല്ലാ ഓയിൻമെന്റുകളിലും ഭസ്മങ്ങൾ ചേരാറുണ്ട്. മുറിവുകളിൽ ഉപയോഗിക്കുന്ന ജാത്യാദിഘൃതവും രസസിന്ദൂരവും, ജാത്യാദിഘൃതവും നാഗഭസ്മവും, എള്ളെണ്ണയും ശംഖഭസ്മവും, വങ്കഭസ്മം മിക്കവാറും എല്ലാ രംഗങ്ങളിലും ഉപയോഗിക്കുന്ന, ത്വക്ക് രോഗങ്ങളിലും മറ്റുള്ളവയിലുമൊക്കെ ഓയിൻമെന്റുകളിൽ ധാരാളമായി ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് വങ്കം ഉപയോഗിക്കുന്നുണ്ട്. വങ്കം അതിൻ്റെ സൂക്ഷ്മതലത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ അണുനാശകമാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒട്ടേറെ പ്രമേഹ രോഗികൾ ഇന്ന് വിഷമിക്കുന്നുണ്ട്, കാല് മുറിച്ചു കളഞ്ഞും മറ്റും. വ്രണം തുടങ്ങിയാൽ മുറിക്കണമെന്ന് ആധുനിക ഭിഷഗ്വരൻ പറയും. മുറിക്കാതിരുന്നാൽ മരിച്ചുപോകും എന്നവർ പറയും. മുറിക്കും, മുറിച്ചിടത്ത് വീണ്ടും പഴുക്കും. കാരണം ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കുന്ന ബിഗ് ബഗ് അണുക്കൾ അവയുടെ അമിനോ അമ്ലങ്ങളെ മാറ്റിക്കഴിഞ്ഞു. നമ്മളവയെ നിയന്ത്രിക്കാൻ കണ്ടുപിടിച്ച മരുന്നുകളൊന്നും കൊണ്ട് അവ നിയന്ത്രണ വിധേയമല്ല. സൂക്ഷ്മജീവികളുടെ അമിനോ അമ്ലങ്ങളെ പരിണമിപ്പിക്കുവാൻ അവയ്ക്ക് സ്വയമുള്ള മിടുക്ക് ഉപയോഗിച്ചവ പരിണമിച്ച് ഇന്ന് അമേരിക്കയും മറ്റും ബിഗ് ബഗിന്റെ പിടിയിലാണ്. ഒരു മരുന്നുകൊണ്ട് ഉണങ്ങില്ല. അത്തരം വ്രണങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. നിങ്ങളുടെ ആശുപത്രിയിൽ ത്രിഫല കഷായം കൊണ്ട് നല്ലപോലെ ധാര ചെയ്ത് വൃത്തിയാക്കിയിട്ട് ജാത്യാദിഘൃതത്തിൽ രസസിന്ദൂരമോ നാഗഭസ്മമോ പുരട്ടി നോക്കുക. പുരട്ടുന്ന ഭിഷഗ്വരന്മാർ ഇവിടെ തന്നെ ഇരിപ്പുണ്ടാവും. ഏത് ഡയബറ്റിക് അൾസറും എത്ര മാരകമായതായാലും ഉണങ്ങാൻ തുടങ്ങും. ചെമ്പരത്തി മൊട്ട് പതുക്കെ ഒന്ന് കൊടുത്തു നോക്കുക, രക്തം അങ്ങോട്ട് പ്രസരിക്കാൻ തുടങ്ങും. സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ മാത്രം സൂക്ഷിക്കണം, ഗർഭിണികൾക്ക് കൊടുക്കുകയും അരുത്. പ്രത്യേകം ഓർക്കണം. സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ മെൻസസും ഉണ്ടായി എന്ന് വരും. കൊയാഗുലേഷൻ സിസ്റ്റം ആകെ മാറിമറിയുന്ന ഒന്നാണ് ചെമ്പരത്തി മൊട്ട്. അപ്പോൾ ഇങ്ങനെയുള്ളത് വളരെ
സിസ്റ്റമാറ്റിക് ആയിട്ട് എടുത്ത് പ്രയോഗിച്ചാൽ ഓയിൻമെന്റിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓയിൻമെന്റിലെ ഒരു ചോദ്യം ചോദിച്ചു. 2 ബ്ലഡ് ബ്രെയിൻ ബാരിയർ. നമ്മളിത് നൂറ്റാണ്ടുകളായി കൊടുത്ത് പരിശീലിച്ചതാണ്. നമ്മുടെ പൂർവികൻ കൊടുത്തതാണ്, അയാളുടെയും പൂർവികൻ കൊടുത്തതാണ്. ആ നിലയ്ക്കുള്ള പരിചയവും ഇന്നുള്ള പഠനവും അത് സൂക്ഷ്മമാണെങ്കിൽ ആ സൂക്ഷ്മതയുള്ള ഔഷധം ഉണ്ടാക്കാനാണ് ഇന്ന് കണ്ടെത്താൻ പോകുന്നത്. ഇതാ ഞങ്ങളുടെ കയ്യിൽ അതുണ്ട്. ഇത്ര കാലത്തെ പരീക്ഷണമുള്ളതാണ്. ക്ലിയറായി? ചോദ്യത്തിന്റെ മുഴുവൻ ഭാഗവുമായി എന്ന് എനിക്ക് കരുതാമോ? അതിന് ഞാനും ആദ്യം അറിയണം. അത്രയാണ് ഇതിനകത്ത് വേണ്ടത്. ഇത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഭാഗമാണെന്നും തിരിച്ചറിയണം. വൈദ്യശാസ്ത്രത്തില് കാലെടുത്ത് വെച്ചധികം പരിചയം വന്നു തുടങ്ങിയിട്ടില്ല ഒരു അധ്യാപകനാണ്. ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ കാലം മുതൽ തന്നെ സ്വാമിജിയുടെ പേരും അവരുടെ പേഷ്യൻസിനെ ഒരുപാട് കാണുന്നതാണ്. ഇന്നിപ്പോ ലോകത്തിന്റെ പല കോണുകളിലും ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സയാണ്. നമുക്ക് ആയുർവേദത്തിന് 2 രീതിയിൽ, അതായത് സൂത്രസ്ഥാനം പറയുന്ന ഒരു സ്ഥൂലമായ രീതിയും അതിനുശേഷം കൂടുതൽ സൂക്ഷ്മതയിലേക്ക് പോകുന്ന ഒരു ശാസ്ത്രവുമാണ് ഉണ്ടായത്. അതില് ഇപ്പോ സ്വാമിജി ഡീൽ ചെയ്ത വർഷം മുഴുവൻ നമ്മുടെ ആയുർവേദത്തിന്റെ സൂക്ഷ്മ തലങ്ങളുമാണ്. നമ്മളിവിടെ അക്കാഡമിയിൽ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സ്ഥൂലമായ വശങ്ങളുമാണ്. ഈ ഒരു കോൺട്രവേഴ്സി നമുക്കിപ്പോ ഈ ക്ലാസ് കേട്ട സമയം മുഴുവൻ നമ്മൾ അത് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മളിപ്പോ ഇവിടെ ഇപ്പോ നാനോ ടെക്നോളജിയുടെ ഭാഷയിൽ പറഞ്ഞപ്പോൾ നമ്മുടെ പല ഔഷധങ്ങളുടെയും കർമ്മകരണ ശേഷിയെ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നു. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് ആധുനിക സങ്കേതങ്ങളുടെ സഹായത്താൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഗവേഷണങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം സ്വാമി തന്നെ തെളിയിച്ചത്. എനിക്കിപ്പോ ഇതില് ഈ മൊത്തത്തിൽ ഈ ക്ലാസ്സിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്കിപ്പോ ഈ സൂക്ഷ്മമായ തലത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ആയുർവേദത്തിൽ കൂടുതൽ വിശ്വാസമില്ലാത്ത കൂടുതൽ വിശ്വാസം വർദ്ധിച്ചു വരികയും ഒക്കെ ചെയ്യും. ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ എയ്ഡ്സ് വൈറസ് തുടങ്ങിയായിട്ടുള്ള അണുജീവികൾക്കെതിരെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള മരുന്നുകളുടെ വിവരണം സ്വാമിജി പറയുക. എനിക്ക് സംശയം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ ആയുർവേദത്തിൽ അങ്ങയുടെ ചികിത്സാപരമായിട്ട് അങ്ങയുടെ അനുഭവത്തിൽ, ഇത്രയും വലിയ അനുഭവത്തിൽ ഇത്തരത്തിലുള്ള എയ്ഡ്സ് രോഗികളുടെയും ഹെപ്പറ്റൈറ്റിസ് രോഗികളുടെയും ചികിത്സയ്ക്ക് അങ്ങ് ആയുർവേദത്തിൽ കണ്ടിട്ടുള്ള ലിമിറ്റേഷൻസ്, പരിമിതികൾ അങ്ങേക്ക് അനുഭവപ്പെട്ടിട്ടുള്ള എന്തൊക്കെയാണ്? പരിമിതികൾ തീരെ ഇല്ലാത്ത ശാസ്ത്രമാണ് ആയുർവേദം. തീർച്ചയായിട്ടും. അപ്പൊ അന്ന് തന്നെ മരുന്നുണ്ടാക്കുന്നു, എന്റെ അറിവ് ശരിയാണെങ്കിൽ അന്ന് തന്നെ മരുന്നുണ്ടാക്കുന്നു, അന്ന് തന്നെയാണ് മരുന്ന് കളക്ട് ചെയ്യുന്നത്. ശരിയായ ശാസ്ത്ര ചികിത്സയിലൂടെ അങ്ങ് ഇതിനെ ശാസ്ത്രീയമായ രീതിയിൽ മാനേജ് ചെയ്യുമ്പോൾ അങ്ങേക്ക് ഇതിൽ വന്നിട്ടുള്ള ലിമിറ്റേഷൻസുകൾ എന്തൊക്കെയാണെന്ന് കൂടി പറഞ്ഞു തന്നാൽ. തീർച്ചയായും നല്ലൊരു ചോദ്യമാണ്. ഏറ്റവും പ്രകടമായിട്ടുള്ളത് ഔഷധങ്ങളുടെ ലഭ്യത. ഏറ്റവും പ്രധാനപ്പെട്ടത് ഔഷധങ്ങളുടെ ലഭ്യത. 2, രോഗികളെ അരിഷ്ടത്തിന് മുമ്പല്ല ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നതെന്നുള്ളത്. വേദത്തിൽ മിക്കവാറും ഭിഷഗ്വരന്മാരുടെ അടുക്കൽ എത്തുന്നത്, മിക്കവാറും എൻ്റെ ഒരു ധാരണ, ഒന്നുകിൽ റീഇംബേഴ്സ്മെന്റിന് സൗകര്യമുള്ളിടത്താണെങ്കിൽ അതിന്, 2 പലപ്പോഴും സുഖചികിത്സ എന്നൊരു പ്രമാണത്തിൽ, 3 വളരെ പരിചയസമ്പന്നരാണെങ്കിൽ അരിഷ്ടലക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പലപ്പോഴും ഒരു ഭാഗ്യം, പ്രകടമായ അരിഷ്ടലക്ഷണങ്ങളല്ല, അരിഷ്ട ആഭാസങ്ങളിലാണ് എന്നുള്ളത് കൊണ്ടാണ് പലതും റിസൾട്ട് കിട്ടുന്നത്. ആധുനിക വൈദ്യശാസ്ത്രം പോകാവുന്നിടത്തോളം ദൂരം പോയി കഴിഞ്ഞ് രോഗി പൂർണ്ണമായി കൈവിടുന്ന ഒരു സമയത്ത് ചില ആധുനിക ഭിഷഗ്വരന്മാരെങ്കിലും രോഗിയോട് പറയും, ഇനി വല്ല ആയുർവേദവും നോക്കിയോളാൻ. അപ്പോൾ വരുന്ന ഒരു രോഗി അരിഷ്ടമോ അരിഷ്ടാഭാസമോ ഉള്ള രോഗിയായിരിക്കും. ദോഷങ്ങൾ കോപിച്ച ഒരവസ്ഥയിലോ അതിന്റെ സഞ്ചയാവസ്ഥയിലോ പ്രസാരണാവസ്ഥയിലോ സ്ഥാനസംശ്രയാവസ്ഥയിലോ
അല്ല രോഗി വരുന്നത്. വ്യക്തിയും ഭേദവും കടന്ന് വ്യക്തമായ ഇഷ്ടലക്ഷണങ്ങൾ ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ് രോഗി വരുന്നത്. പക്ഷേ അതിരിഷ്ടാഭാസമാണെങ്കിൽ നല്ലൊരു ശതമാനം റിസൾട്ട് ഉണ്ടാക്കാൻ നിങ്ങൾ ആയുർവേദ ഭിഷഗ്വരന്മാർക്ക് കഴിയും. അത് അനുഭവമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഒന്നാം ഭാഗം രോഗിയുടെ ഭാഗത്ത് എങ്ങനെയുള്ള രോഗിയെയാണ് ലഭിക്കുന്നത്. ഇപ്പൊ ലങ് ക്യാൻസർ, അതുപോലെ തന്നെ ബ്രെയിൻ ക്യാൻസറുകളായ ഗ്ലയോമ, മിക്സഡ് ഗ്ലയോമ, ഗ്ലയോബ്ലാസ്റ്റോമ, ആസ്ട്രോസൈറ്റോമ. ഭയന്നു നിന്ന ഒരേ ഒരെണ്ണം സർക്കോമയാണ്. അതും ഞങ്ങൾക്കിന്ന് പറയാം, ആയുർവേദത്തിലെ മരുന്നുകൾ കൊടുത്താൽ എല്ലാം ക്ലാസിക്കൽ റെമഡികൾ, ഒരെണ്ണം പോലും പുറത്തുനിന്ന് ഉണ്ടാക്കി വലുതൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. അപൂർവം ചിലതിൽ ക്ലാസിക്കൽ റെമഡികളോട് ബന്ധപ്പെട്ട ചില പരിപാടികൾ മാറി മറിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അതും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ വജ്രകഘൃതം കാച്ചിയെടുത്തത് ഗുൽഗുലു തിക്തകഘൃതത്തിന്റെ മരുന്നുകൾ ചേർത്ത് കഷായമുണ്ടാക്കി പുനർ കാച്ചുവാൻ കഴിയുന്നവരാകുന്ന ബുദ്ധിശക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ വേണ്ടിവരും. ഞാൻ സൂചനയാണ് പറഞ്ഞത്. പല ഔഷധങ്ങളെയും ഇങ്ങനെ പുനരാവർത്തിച്ചെടുക്കാൻ, ചിലതിനെ സംയോജിപ്പിക്കുവാൻ, അതൊക്കെ നിങ്ങളുടെ സമയാനുസാരേണയുള്ള പ്രത്യുൽപ്പന്ന മതിത്വമാണ്. അതിന് പറയുന്നവർ കോമൺ സെൻസ്. കുറച്ചുകൂടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ സൂക്ഷ്മദർശന യോഗ്യതയും അനുഭവവും, കൃതഹസ്തതയും സൂക്ഷ്മദർശന യോഗ്യതയും. സൂക്ഷ്മദർശനം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു തമാശ കൂടെ പറഞ്ഞിട്ട് പോകാവുന്നതായിരിക്കുന്നു. മോഡേൺ മെഡിസിനിൽ അതിപ്രഗത്ഭനായ ഒരു പ്രൊഫസർ, അദ്ദേഹം ഡയഗ്നോസിസിൽ പ്രത്യേകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ കുട്ടികൾക്ക് അനുഭവം ഉണ്ടാകണമെന്ന് പറഞ്ഞ് പ്രമേഹ രോഗിയുടെ മൂത്രം തന്നെയാണ് കൊണ്ടുവന്നത് ക്ലാസ്സിലേക്ക്. ഒരു 1 ലിറ്റർ മൂത്രം. അദ്ദേഹം പറഞ്ഞു, എന്റെ കുട്ടികളൊക്കെ അനുഭവമുള്ളവരായിരിക്കണം, സൂക്ഷ്മദൃക്കുകളുമായിരിക്കണം. എന്നിട്ട് അദ്ദേഹം അതിലേക്ക് വിരല് മുക്കി നാവിലൊഴിച്ചു. അടുത്ത ഒന്നാമതിരിക്കുന്ന കുട്ടിക്ക് കൊടുത്തു. അയാള് മുക്കി രുചി അറിഞ്ഞു. അടുത്തവൻ അറിഞ്ഞു. അങ്ങേയറ്റത്തെത്തിയപ്പോഴേക്ക് 1 ലിറ്റർ മൂത്രവും തീർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളാരും സൂക്ഷ്മദൃക്കുകളല്ല, അനുഭവത്തിന് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ വിരല് മുക്കുകയും ഈ വിരല് നക്കുകയുമാണ് ചെയ്തത്. അതുപോരാ. വളരെ സൂക്ഷ്മമായി ഈ വിഷയത്തെ പഠിക്കാനുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇഷ്ടം പൂർണ്ണമല്ലെങ്കിൽ രോഗിയെ രക്ഷപ്പെടുത്താൻ പറ്റും. ഇത് ഒന്നാം ഭാഗം. 2, ഔഷധങ്ങൾ പലപ്പോഴും കിട്ടില്ല. ഇപ്പോൾ ഒരു വെജിറ്റേറിയനാണ് വരുന്നത്, അവന്റെ ജനിതകം വെജിറ്റേറിയനാണ്. അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ എല്ലാം വെജിറ്റേറിയനാണ്. ആടിന്റെ തല സൂപ്പ് വെച്ച് കൊടുത്താലാണ് ഗ്ലയോമ മാറുന്നത്. അരിയാറും ജീരകനാലും എല്ലാം ചേർത്ത് ഒരുപാട് മരുന്നുകളുണ്ട്, 41ഓളം മരുന്നുകൾ ചേർത്ത് സൂപ്പ് ഉണ്ടാക്കി കൊടുത്താൽ അത് മതി ബ്രെയിൻ ട്യൂമർ മാറാൻ. കൊടുത്തു കഴിഞ്ഞ് 15-ാം ദിവസം നിങ്ങൾക്ക് സ്കാൻ എടുക്കാം. ഞങ്ങൾ പ്രിന്റ് ചെയ്തുവാ കൊടുക്കാറ്. കാരണം നാട്ടിലുള്ള ഭിഷഗ്വരന്മാർക്കൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. അല്ല, എഴുതിയല്ല കൊടുക്കാറ്. കാരണം അത്രയും ആളുകൾ പിന്നെ അവിടെ എത്തണ്ടെന്ന് വിചാരിച്ചു. വളരെ വേഗത്തിൽ മാറുന്നതാണ്. മാറി ഒരു 10-30 പേരെ നിങ്ങൾക്ക് പോയി ഇന്റർവ്യൂ ചെയ്യാം. 1-2 അല്ല. എല്ലിൽ വരുന്ന ക്യാൻസറുകൾ, ഓസ്റ്റിയോ മെറ്റാസ്റ്റാസിസുകൾ, അത് എപ്പിത്തീലിയോമയിൽ നമ്മുടെ അടുക്ക് കിട്ടില്ല, കാർസിനോമയിലും കിട്ടില്ല, മെറ്റാസ്റ്റാസിസിൽ മാത്രമേ നമ്മുടെ അടുക്ക് കിട്ടുള്ളൂ. മെറ്റാസ്റ്റാസിസ് ഫൈനലാണ്. വൃത്തം, സ്ഥിരം, മന്ദരുജം,
മഹാന്തം അനൽപമൂലം ചിരവൃദ്ധ്യപാകം. വൃത്താകാരത്തിൽ വളർന്നു നിൽക്കുമ്പോൾ എപ്പിത്തീലിയോമ നമ്മളുടെ അടുക്ക കിട്ടില്ല. അത് സ്ഥിരമായി കട്ടിയാവുമ്പോൾ കാർസിനോമ നമ്മളുടെ അടുക്ക കിട്ടില്ല. മന്ദരുജം മഹാന്തം അനൽപമൂലം മെറ്റാസ്റ്റാസിസ്. സുശ്രുതം നിങ്ങൾ പഠിച്ചതാണെന്ന് ഞാൻ ഊഹിക്കുന്നു. ആ സ്റ്റേജിലാണ് കിട്ടുക. അവിടെ കിട്ടുമ്പോൾ നമ്മളെ വിഷമിപ്പിക്കുന്നത് ഔഷധം, ഇതിന്റെ മരുന്നുകൾ. പിന്നെ അതിന് ഒരു മരുന്നിന്റെ അതേ ഗുണവീര്യ വിഭാഗങ്ങളോട് കൂടിയവ കണ്ടെത്തുക. ചിലത് ബലിക്കും, ചിലത് പറ്റിയെന്ന് വരില്ല. പാടിന്റെ തല കിട്ടിയില്ല, ഉടനെ കൊല്ലിമലയിലേക്ക് പോവുക. അവിടെ ചെന്നിട്ട് അവിടുത്തെ മലമുകളിൽ ഒരുത്തനെ പിടിച്ച് കയറ്റുക, അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലത്ത് നിന്ന് മലയുടെ മുകളിൽ കയറ്റുക. അവിടെ ആട്ടിൻകാൽ എന്ന് പറയുന്ന ഔഷധം ഉണ്ടാവും. ചെമ്മരി കിഴങ്ങെന്ന് പറയും. അത് ചെമ്മരിയാടിന്റെ രോമങ്ങൾ പോലെ രോമങ്ങളുള്ളതും കാല് പോലെ ഇരിക്കുന്നതുമാണ്. കൊണ്ടുവന്ന് കണ്ടിച്ചാൽ വെളുത്തിരിക്കും. അടുപ്പത്തിട്ട് തിളപ്പിച്ചാൽ രക്തത്തിന്റെ നിറത്തിലാവും. സൂപ്പുണ്ടാക്കുമ്പോൾ അതിന്റെ രുചിയും ഗുണവും എല്ലാം അത് കഴിച്ചിട്ടുള്ളവർ പറയും അത് തന്നെയാണെന്ന്. കഴിച്ചിട്ടുള്ളവർ, ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറയാനാവില്ല. അവർ പറയുന്നത് തന്നെയാണെന്നാണ് പറയുക. അപ്പൊ അങ്ങനെയുള്ള മൂലികകൾ ആ സമയത്ത് കണ്ടെത്തുവാൻ പറ്റുക, അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഭാഗ്യം കുറെ ഉണ്ടെങ്കിൽ പറ്റും. മറ്റേ അദ്ദേഹം പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരുപാട് വിഷമങ്ങൾ ഈ സ്ഥലത്തുണ്ട്. മുഖ്യ വിഷമം മെയിനായിട്ടുള്ളത് ഔഷധം. 2 3 ചികിത്സയുടെ നടുക്ക് വെച്ച് ബന്ധുക്കളും മറ്റുള്ളവരും അല്പം കുറഞ്ഞു കണ്ടാൽ ഇത് നിർത്തി മറ്റതിലേക്ക് തിരിച്ചു പോകാമെന്നുള്ള അവരുടെ ആ ഒരു ശീലം. നടക്കാൻ മേലാത്ത അവസ്ഥയിൽ പതുക്കെ ഒന്നായി. അപ്പോൾ WBC കൂടി. WBC 500 ഉണ്ടായിരുന്നുള്ളൂ. 500 WBCയിൽ കീമോ എടുക്കാൻ പറ്റില്ല. അതൊരു 1500 2000 ഓ എന്നാ പോയി ബാക്കി കീമോ എടുത്തേക്കാം. ഈ 3 എണ്ണമാണ് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. ശാസ്ത്രത്തിന്റെ മാധ്യമങ്ങൾ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു പക്ഷേ വേണ്ടിയിരിക്കാം. കാരണം മറ്റേതിനെ പറ്റി ചിന്തിക്കാൻ കൂടി സാധിക്കില്ല. അനുഭൂതികളിൽ കൂടെ ജ്ഞാനം ലഭിക്കുക എന്ന ആ ജ്ഞാനത്തിന്റെ അറിവിന്റെ പ്രക്രിയകൾ തന്നെ ഇല്ലാതിരുന്നായ സ്ഥിതിക്ക് ഒരു പക്ഷേ ഇത്തരം സാധനങ്ങൾ വേണ്ടി വന്നേക്കാം. ചോദ്യം 2 ഞാൻ വിശ്വസിക്കുന്നു. 1, ആധുനിക ശാസ്ത്ര മാതൃകകളില്ലാത്ത സാമൂഹ്യ പ്രവർത്തകരും ആ രംഗത്തുള്ളവരുമായ ആളുകൾക്ക് ഇനിയൊരു വഴിയുണ്ടോ ഈ രംഗത്ത് പോകാൻ? ഉണ്ടെങ്കിൽ അതേതാണ്? 2, വൈദ്യശാസ്ത്രത്തെ, ആയുർവേദ ശാസ്ത്രത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ പരമ്പരാഗത ശാസ്ത്രങ്ങളെ ഇങ്ങനെ അവതരിപ്പിക്കേണ്ടി വരുന്നുണ്ടോ? ഇത് രണ്ടുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അതിൽ 1-ാം ഭാഗം നിശ്ചയമായും എനിക്ക് പറയാവുന്നത്, ഇന്ത്യയിൽ വളരെ വികസിച്ച ഒരു മാതൃകയുണ്ട്, ഗൃഹവൈദ്യം. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ആ പേര് ഞാൻ പറഞ്ഞില്ലെങ്കിൽ, നിങ്ങളുടെ വീട്ടിലുള്ള അമ്മമാർ ഇല്ലനക്കരി തൊട്ട് മുറിവുകൾ ഉണക്കിയിരുന്നു എന്നെല്ലാം ഞാൻ സൂചിപ്പിച്ചിരുന്നു. പനിക്ക് കൊടുത്തിരുന്ന എല്ലാ കഷായങ്ങളും ഏതൊരു അമ്മയ്ക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. പനി തുടങ്ങിയാൽ പച്ചവെള്ളം തുടരുത് എന്നുള്ളത് എല്ലാ അമ്മയ്ക്കും അറിയാം. പഴയ എല്ലാ അമ്മമാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കമ്പിളി പുകപ്പിച്ച് കിടത്തിയാൽ വേർത്ത് കഴിയുമ്പോൾ പനി പോകുമെന്ന് മിക്കവാറും അമ്മമാർ പഠിക്കുകയും വിശ്വസിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു പൊടിയരി കഞ്ഞിയും പപ്പടം ചുട്ടതും മതി പനിക്കുക എന്ന്. ഇന്ന് കാണുന്ന എല്ലാ പനികളും ഒരമ്മയുടെ കൃതഹസ്തതയ്ക്ക് മുമ്പിൽ ഒരു റൊട്ടി മുരിച്ച് കട്ടൻ കാപ്പിയിൽ മുക്കിക്കൊടുത്തോ, ഒരു പൊടിയരി കഞ്ഞി വെച്ചു കൊടുത്തോ സൗമ്യമായ എടുക്കരുന്ന് സമാധാനിപ്പിക്കുമ്പോൾ ഹിസ്റ്റമിൻ ഉണ്ടാകാതിരിക്കുകയും തൈറോക്സിൻ ജാജ്വല്യമാനമാകാതിരിക്കുകയും അഡ്രീനൽ ഷൂട്ടപ്പ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ ഒരു പനിക്ക് വേണ്ടി വരുന്ന സമയം മാക്സിമം 1 ദിവസമാണ്. പഴയ കാലത്ത് പനിയുടെ പേര് ഏത് പനിയെന്നും ആയിക്കോട്ടെ. എലി കിണറ്റിൽ ചത്തു വീഴും, ആ വെള്ളം അമ്മമാർ കുടിപ്പിച്ചിരുന്നത് എടുത്തു കളഞ്ഞിട്ട് അടുത്ത അമ്പലത്തിൽ നിന്നൊരു പുണ്യാഹം കൊണ്ട് തളിക്കും മാക്സിമം. ഇത്രയുള്ളൂ. അന്നൊന്നും ഈ പനിയൊന്നും ഒരമ്മയും പേടിച്ചില്ല. ഇന്ന്
ആ കാലമല്ല. വിദ്യാസമ്പന്നർ ചുറ്റുപാടുകളെ ഏറ്റവും ഭയക്കുകയും ചുറ്റുമുള്ള ജീവജാലങ്ങളെ ഏറ്റവും വെറുക്കുകയും ചെയ്യുന്ന കാലമാണ്. വളർത്തുന്ന വിട്ടിട്ടൊരു നാടൻ പട്ടി നാട്ടിലൂടെ പോയാൽ പഞ്ചായത്ത് അതിനെ പിടിക്കാൻ ഓടുന്ന കാലമാണ്. പഴയ കാലത്ത് ഒരു നാട്ടിൽ ചെന്നാൽ വഴി കാണിച്ചു തരുന്ന ഈ നാട്ടുനായ്ക്കളാണ്. അവ നമ്മുടെ മുമ്പിൽ സഞ്ചരിക്കും. നമുക്ക് ചെല്ലേണ്ടിടത്ത് എത്തിയാൽ അവ നിൽക്കും, അവ കാണിക്കും. വൈകുന്നേരമാവുമ്പോൾ അന്നം പ്രകൃതിയിൽ കുറഞ്ഞാൽ അവ ഒരെണ്ണത്തിന്റെ വാലിൽ കടിച്ച് വട്ടത്തിൽ നിന്ന് ഉറക്കെ ഒരു ശബ്ദം പുറപ്പെടുവിക്കും. ആകാശത്തിലെ മേഘങ്ങൾ ഗർജിക്കും, മഴ പെയ്യും. ഇതെന്നു പറഞ്ഞാൽ നിങ്ങളിൽ ആരും സമ്മതിച്ചു തരില്ല. അപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിരുന്ന് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഏൽക്കുകയില്ല. അത് നിങ്ങൾ ഈ പഴയ കാര്യങ്ങൾ ഇത്രയും സങ്കീർണമായ നിങ്ങൾ പഠിക്കുന്ന നാനോയ്ക്കപ്പുറം കൽച്ചട്ടിയിലുണ്ടാക്കി, കലത്തിലുണ്ടാക്കി. ഈ സാരസ്വതാരിഷ്ടമൊക്കെ കലത്തിലുണ്ടാക്കിയതാണ്. നാനോ സാങ്കേതിക വിദ്യയുള്ള ഉപകരണങ്ങളിൽ ഉണ്ടാക്കിയതല്ല. ഇതിന്റെ മരുന്നുകൾ ഉരലിൽ ഇടിച്ചു പൊടിച്ചതാണ്, തുണി കെട്ടി അരിച്ചതാണ്. ഒരു കച്ച തോർത്ത് എടുത്തരിച്ചാൽ അതിനകത്ത് മുഴുത്ത പാർട്ടിക്കിൾസ് വീഴും. ഒരു ചുട്ടിത്തോർത്തെടുത്ത് അരിച്ചാൽ ഒരു പാർട്ടിക്കിൾ പോലും മുഴുത്തതകത്ത് വീഴില്ല. രണ്ട് തോർത്താണ്. ചുട്ടിത്തോർത്തും അങ്ങനെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അതിനിഴ കൂടും. അപ്പൊ അത് ഏറ്റവും സൂക്ഷ്മമാണ് പാർട്ടിക്കിൾ. അങ്ങനെ അരിച്ചുണ്ടാക്കാൻ കഴിയും. അങ്ങനെയാണ് ഈ നാട്ടിൽ മരുന്നൊക്കെ ഉണ്ടാക്കിയിരുന്നത് പണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെ ഉണ്ടാക്കാൻ വിദ്യാസമ്പന്നർക്ക് ഒന്നാമത് നേരിട്ട് പറ്റില്ല. രണ്ട് പണിക്കാരെ ഇന്ന് ലഭിക്കില്ല കൂലിക്ക്. അപ്പൊ കാലത്തിനൊത്ത് അവരുടെ മനസ്സുകളിൽ കിടക്കുന്ന തെറ്റായ അഭിമാനങ്ങളെ തിരുത്തുവാൻ നിലവിലിരിക്കുന്ന കാലിക ശാസ്ത്രങ്ങൾ പ്രയോജനപ്രദമാണ്. അതുകൊണ്ടാണ് അത് കാണിച്ചിട്ടുള്ളത്.